മോർണിംഗ് എല്ലാവർക്കും വെരി വെരി ഗുഡ് മോർണിംഗ്. ഈ അവന് നോക്കണ്ട ചായ കൊച്ചി ഞാൻ ചായ രാവിലെ കുടിച്ചിട്ട് അമ്മയുടെ ചായ നോക്കിയിരിക്കണ നോക്കൂ. ചൂടാണ്, ചൂട് തൊട്ട് നോക്കൂ, ചൂടാണ്. ചായ അമ്മൂട്ടിന് വേണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ഗൈസ്, ഗുഡ് മോർണിംഗ്. കണ്ടോ അമ്മൂനെ കണ്ടോ ആരെങ്കിലും? അമ്മൂട്ടനെ കാണുന്നില്ല, എവിടെ പോയോ എന്തോ. ബേബി കുറെ നേരമായിട്ട് അവിടെ പോയി ഒളിച്ചിരിക്കുവായിരുന്നേ. ആരും വരാതായപ്പോഴാ വരിക. ഇവിടെ വ്ളോഗ് എടുക്കുന്നതിന് വന്ന് നിൽക്കുന്ന ഒരു കുട്ടിയെ കണ്ടോ? എവിടെയാ കുട്ടി? നോക്കട്ടെ. വ്ളോഗ് എടുക്കാല്ല വിച്ച അവിടെ കേട്ടല്ലോ. ടെക്കിയാണ്, ടെക്കി. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കുറേ കുട്ടികൾക്ക് എന്താണ് അസുഖം തിരിച്ചറിയാൻ പറ്റാത്ത കുറേ കുട്ടികൾ മരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പം കുട്ടികളിലൊരു രോഗം കണ്ടെത്തി. എന്താണ് രോഗമെന്ന് വെച്ചാൽ ആ രോഗമാണ് സ്കർവി. അപ്പം അത് കണ്ടെത്താൻ എന്ത് റീസൺ കൊണ്ടാണെന്നൊന്നും അറിയില്ല. അപ്പം വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ആ അസുഖം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അയ്യോ അമ്മമ്മ വഴക്കെ പറയും കേട്ടോ. അമ്മ ചെമ്പരത്തിപ്പൂ പിച്ചിത്തരാം. പിന്നെ വേറെ ഏത് പൂ? അപ്പം അങ്ങനെ സ്കർവിയൊക്കെ വന്ന കുട്ടികളിൽ അങ്ങനെ അതുപോലെ തന്നെ ഈ കപ്പലിലൊക്കെ പണ്ട് പോയിക്കൊണ്ടിരുന്ന സെയിലേഴ്സ് അവർക്കൊക്കെ ഇങ്ങനെ ഡെഫിഷ്യൻസി വന്നു തുടങ്ങി. അവർക്കും എന്താണ് കാര്യമെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അവർ ഒരുപാട് നാളിങ്ങനെ കപ്പലിൽ താമസിക്കുമ്പോൾ അവർ കൊണ്ടുവന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കുറഞ്ഞു തുടങ്ങും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മളെല്ലാ ഭക്ഷണം കഴിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ സെലക്റ്റീവായിട്ട് എപ്പോഴും കഴിക്കാറുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം മാത്രം നമ്മൾ കഴിക്കുമ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായ ചില വസ്തുക്കൾ നഷ്ടമാവും. അപ്പം നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ഒന്നാണ് അസ്കോർബിക് ആസിഡ്, വൈറ്റമിൻ സി വേണം. അല്ലാത്ത പക്ഷം നമുക്കിതുപോലെ എന്തെങ്കിലും വീക്ക്നെസ്, ടയേർഡ്നെസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി വേണമെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ നമ്മൾ നാരങ്ങ, ലെമണാണ് യൂസ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ഓറഞ്ച്. അപ്പോൾ ഇതിൽ 50 ml മാത്രമാണ് എന്ത് കാണുന്ന വൈറ്റമിൻ സി, അത് അസ്കോർബിക് ആസിഡ് കാണാം. ഇത് കൺസ്യൂം ചെയ്തില്ലെങ്കിലും ഹൈപ്പർ വിറ്റമിനോസിസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഡെയിലി വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മുടെ ഫുഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. സപ്പോസ് നമുക്ക് അത് എന്താ പറയുക, മിക്ക ദിവസങ്ങളിലും പറ്റുന്നില്ല, 2 ഡേയ്സ് കൂടുമ്പോഴെങ്കിലും നമ്മൾ കഴിക്കണമെന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് എന്താണ് അത്രയും പ്യുവറായിട്ട് കിട്ടാനുമില്ല. അപ്പോൾ വിറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു നല്ലൊരു സാധനം, പക്ഷേ എല്ലാവരും ഭയങ്കരമായിട്ട് മടിച്ച് കഴിക്കാതെ വെച്ചിരിക്കുന്ന ഒന്നാണ് അംല എന്ന് പറയുന്നത്. ഭയങ്കര ഗുണമാണ്. കാരണം അതിൻ്റെ ഒരു എന്താ പറയുക, അതിന് നമ്മൾ വൈറ്റമിൻ സിയുടെ ഒരു കലവറ എന്ന് വേണേൽ പറയാം. കാരണം 600 ഗ്രാമോളം ആണ് ഉള്ളത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ഏറ്റവും നല്ല ഒരു സോഴ്സാണ് ഇത് ഗൂസ്ബെറി എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാം ജസ്റ്റ് ട്രൈ ചെയ്യണം. നമ്മുടെ ഹെയർ ഗ്രോത്തിന് വരെ നല്ലതാണ്. ഇപ്പോൾ ഡിസംബറാണ്, ക്ലൈമറ്റ് ഭയങ്കര കൂളുമാണ്, എന്നാൽ ഡ്രൈയും ആണ്. മൈ സ്മാൾ നോളേജ് ഐ ഷെയർ വിത്ത് യു. സോ ഈ പൂ കണ്ടോ, എന്ത് ഭംഗിയാണല്ലേ, കണ്ടില്ലേ, നല്ല രസമല്ലേ. അപ്പോൾ അടുത്ത സമയം സന്ധിക്കും വരേക്കും ബൈ.